നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മൂലം ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. കൂടുതലായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കാം, നാരുകളുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും ചില ആളുകൾക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ മാറുന്നില്ല. പിന്നീട് അത് പൈൽസ് ആയിട്ട് മാറുന്നു. എന്നാൽ ചില ആളുകൾ പറയുന്നത് കൂടുതൽ ഫൈബേഴ്സ് ഉള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ്റിന്ന് വല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരു തവണ പോയി കഴിഞ്ഞാലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരു ദിവസം തന്നെ 3-4 തവണയൊക്കെ ടോയ്ലറ്റിൽ പോകുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾ വളരെ കോമൺ ആയിട്ട് പറയുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടും അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടൊക്കെ പ്രോപ്പറായിട്ടുള്ളൊരു ഇവാക്യുവേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ശോധന ഉണ്ടാവാത്തത്? അപ്പം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസമൊക്കെ ചിലപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോവാതിരിക്കുന്നുണ്ടായിരിക്കാം. അതിന് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് അത് ചിലപ്പം ഓക്കെ ആവാം. 2 ദിവസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നില്ലെങ്കിൽ നമുക്കതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ എന്തൊക്കെ കേസിലാണ് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരുന്നത്? നിങ്ങൾ ചിലപ്പം പുതുതായിട്ട് എന്തെങ്കിലും ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്നൊക്കെ എടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പൊതുവേ വെജിറ്റബിൾസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഭക്ഷണത്തിൽ കഴിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒരു നോൺ വെജ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു കോഴിമുട്ട 2 ഒക്കെ എടുത്ത് കഴിക്കുക. ഇങ്ങനെയാവുന്ന സമയത്തും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ല, നിങ്ങൾക്ക് തീരെ വ്യായാമമല്ല, നിങ്ങളുടെ ഒരു ബിസി ഷെഡ്യൂൾഡ് ലൈഫിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനൊന്നും സമയമില്ല എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ളത് സെയിം ഒരു 24 hours തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെയാണ് സമയത്തിൻ്റെ ഒരു കണക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ സമയമില്ല, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല പറയുന്ന ആളുകളിൽ വരുന്നൊരു പ്രശ്നമാണ് എന്ത്, മലബന്ധം എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടിയ ആളുകളിലും കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ പൈൽസിൻ്റെ ഇഷ്യൂസൊക്കെ അവർ പൊതുവെ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബേഴ്സ് ഒട്ടും തന്നെ കഴിക്കാത്ത ആളുകൾ, ചില ആളുകളിൽ ഫൈബേഴ്സ് കഴിച്ചാൽ, നാരുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, നല്ല ലൂസ് മോഷൻ വരും, അല്ലെങ്കിൽ ഒരു 3-4 തവണ ലൂസ് മോഷൻ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളിൽ, കൂടുതൽ കാലം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറ്റിന്ന് വല്ലാണ്ട് അങ്ങ് പോവും. ചില ആളുകളോട് പറയാറുണ്ട്, നിങ്ങളൊരു ചെറുപഴം കഴിച്ചാൽ നിങ്ങളുടെ വയറൊക്കെ ഒന്ന് കുറച്ചും കൂടി ഓക്കെ ആവും, അപ്പോൾ നിങ്ങൾ ചെറുപഴമൊക്കെ ഒന്ന് കഴിച്ച് നോക്കുമെന്ന് പറയും. എന്നാൽ ചില ആളുകൾക്ക് ഈ ചെറുപഴം പറ്റുന്നില്ല, ചെറുപഴം കഴിക്കുമ്പോഴേക്കും അവർക്ക് ലൂസ് മോഷനാണ് വരുന്നത്. ഇങ്ങനെയുള്ള 2 തരം ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മെഡിക്കേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് സ്ത്രീകളിൽ വളരെ കോമൺ ആണ് കോൺസ്റ്റിപ്പേഷൻ. നിങ്ങൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പെട്ടെന്നൊരു കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഫൈബേഴ്സ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ മലബന്ധം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൽ തന്നെ ഈ ഫൈബേഴ്സ് തന്നെ നമുക്ക് സോല്യൂബിളും ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള നാരുകൾ നമ്മൾ മനസ്സിലാക്കണം. ചില ഫൈബേഴ്സ് കഴിക്കുന്ന സമയത്ത് ലൂസ് മോഷൻ വരാനുള്ള കാരണം ഇതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഫുഡിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രോബയോട്ടിക്സ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പോൾ തൈര്, മോരും ഒക്കെ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഇത് ഉൾപ്പെടുത്തണം. തൈരിനും മോരിനും ഈ മലബന്ധം മാറ്റാനുള്ള കഴിവ് മാത്രമല്ല, ഒരുപാട് അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് ഈ ഒരു പ്രോബയോട്ടിക്സിനുണ്ട്. ഇപ്പോൾ പ്രോബയോട്ടിക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് എന്ത്, പ്രീ ഫൈബേഴ്സിനുള്ളത്. നല്ല ഫൈബേഴ്സ്, നല്ല നാരുകൾ നമ്മുടെ ശരീരത്തിലൂടെ എത്തണം. അതായത് ഇപ്പം ഈ വാഴത്തട്ട, വാഴപ്പിണ്ടി നന്നായിട്ട് കഴിക്കുന്നത്, അതുപോലെ തന്നെ ബീൻസിലൊക്കെ ഫൈബേഴ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതെല്ലാ ദിവസവും കഴിക്കാനല്ല പറഞ്ഞത്, ആഴ്ചയിൽ ഒരു 2-3 ദിവസം നിങ്ങൾ എന്ത് കഴിക്കുക, ഇതൊന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചെറുപയറൊക്കെ കഴിക്കണം. ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്ന സമയത്ത് അതിലുള്ള നാരുകളുടെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപയറൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറുപയർ കറി ആവുക, അല്ലെങ്കിൽ കടലക്കറി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു യൂത്തുകാരൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടമാണ് അത് കഴിക്കുക. അപ്പോൾ അതിന് പകരം ഈ പറയുന്ന വെജ് പ്രോട്ടീൻസും നമ്മുടെ ശരീരത്തിൽ എത്തണം. അതും കൂടെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിയാ സീഡ് എന്നൊക്കെ. ഈ ചിയാ സീഡ് അല്ലെങ്കിൽ കസ്കസ്
പോലെയുള്ള ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗട്ടിലൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു ചൂല് പോലെ തന്നെ ആക്ട് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ഈ മാലിന്യങ്ങളൊക്കെ കളയാനും അതുപോലെ തന്നെ ഈ ചെറുകുടൽ വൻകുടലൊക്കെ കുറച്ചും കൂടി ഒരു വാട്ടർ കണ്ടൻറ്റിനെ അവിടെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിലോട്ട് ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ, ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ലെന്ന് കരുതുക. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം ഡൈജഷന് ശേഷം മലാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അത് കൂടുതലായിട്ട് അത് ടൈറ്റ് ആവുക. നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് എന്താവും, ടൈറ്റായിട്ട് മാറും. അപ്പം വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഓൾറെഡി ഉള്ള വെള്ളത്തിനെയും കൂടി നമ്മുടെ ശരീരം തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും എന്താവും, ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബാത്റൂം പോകുന്ന സമയത്ത് നമുക്ക് അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. ചില ആളുകൾ പറയാറുണ്ട് അത്രയും വയറ്റിന്ന് പോകാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡയറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ ഡയറ്ററി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഇനീഷ്യലി നമുക്കുള്ള ആ വേദന അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും വരുന്ന പുകച്ചിൽ കാര്യങ്ങൾ, വയറ്റുന്ന അസ്വസ്ഥത, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഒന്ന് വയറ്റുന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. തലവേദന, ഉന്മേഷക്കുറവ് വരുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ഒരു ഒന്ന് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വയറ്റുന്ന് പോയില്ലെങ്കിൽ നമുക്ക് ആ ദിവസം ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുമാണ് ആളുകളിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. നാരുകളുള്ളതായിരിക്കണം മാക്സിമം. പേരയ്ക്ക കഴിക്കുക. പേരയ്ക്ക ഒരു ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ടാണ്. ഇപ്പം ഓറഞ്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഓറഞ്ച് കഴിക്കുക, പക്ഷേ ഓറഞ്ചിനേക്കാളും വിറ്റാമിൻ സി ഒക്കെ റിച്ച് പേരയ്ക്കയിലാണ്. അപ്പോൾ പേരയ്ക്ക നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇപ്പം ബെറി ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. ഇപ്പോൾ ബ്ലൂബെറി, റാസ്ബെറി, അതുപോലെ തന്നെ സ്ട്രോബെറി ഒക്കെ ഇപ്പം തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സീസണും കൂടിയാണ്. അപ്പോൾ ഈ സമയത്താകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഈ ബെറി ഫ്രൂട്ടുകൾ ഇപ്പം സ്ട്രോബെറി സീസൺ ആവുന്ന സമയത്ത് നമുക്കത് അഫോർഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം സീസൺ ആവുന്ന സമയത്ത് അതിന് കുറച്ചൊക്കെ പൈസയിലും കാര്യത്തിലൊക്കെ കുറവ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുക, അത് മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇപ്പം മധുരക്കിഴങ്ങ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മധുരക്കിഴങ്ങ് നല്ലതാണ്. മധുരക്കിഴങ്ങ് സൂപ്പറായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം അതിൽ നാരുകൾ വളരെയധികം കൂടുതലാണ്. പൈൽസ് പേഷ്യൻറ്റിനോട് നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾ താൽക്കാലികമായിട്ട് ഇപ്പം വേദനയും ചൊറിച്ചിലും ആ ബ്ലീഡിങ്ങും ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുക. പിന്നെ നിങ്ങളുടെ ഭക്ഷണം ശ്രദ്ധിക്കുക. മധുരക്കിഴങ്ങ് എപ്പോഴൊക്കെ കിട്ടുന്നുണ്ട് അപ്പോഴൊക്കെ വാങ്ങി വേവിച്ചിട്ട് കഴിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോരോ തൈരൊക്കെ അല്ലെങ്കിൽ കാച്ചിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചേന കിട്ടുന്നുണ്ടെങ്കിൽ ചേന കഴിക്കുക. ചേന കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല. കപ്പയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. അതായത് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ചേനയൊക്കെ ആകുന്ന സമയത്ത് നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുന്നത് നമുക്ക് പൈൽസ് പോലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് തവിട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തവിടുള്ള അരി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് നമ്മുടെ വയറ് കുറച്ചും കൂടി ഒന്ന് ഓക്കെ ആക്കാനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഫൈബേഴ്സ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ കൂടെ എക്സസൈസ് നിർബന്ധമാണ്. നിങ്ങൾ ഡാൻസ് കളിക്കോ, സൂംബ കളിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ പോവുക. എല്ലാ ദിവസവും കൈയൊക്കെ വീശി നന്നായിട്ട് നടക്കുക. ഇത് മതി. നമുക്ക് ഒരു ദിവസം പ്രോപ്പറായിട്ടുള്ളൊരു മോഷൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഓക്കെ ആയി തോന്നണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നട്ട്സ് കഴിക്കുമ്പോൾ അമിതമായിട്ട് നട്ട്സ് കഴിക്കേണ്ട ആവശ്യകതയില്ല. ഓക്കെ. അപ്പോൾ കാഷ്യൂനട്ടൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണം കഴിച്ചാൽ മതി ഒരു ദിവസം. ഒരു ബദാമൊക്കെ ആണെങ്കിൽ ഒരു 8 ബദാം കഴിക്കാം നമുക്കൊരു ദിവസം. വാൾനട്ടൊക്കെ ആണെങ്കിൽ ഒരു 8 ആ ഒരു റേഞ്ചിൽ കഴിക്കാം. 2 നേരമായിട്ട് നമുക്ക് 4 വാൾനട്ട് രാവിലെ 4 വാൾനട്ട് ഈവനിങ്ങും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാൾനട്ടൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ മാക്സിമം എന്ത് ചെയ്യുക, വയറ് ടൈറ്റാക്കുന്ന ഈ മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരിക. പിന്നെ ഈ വായ നമുക്കറിയാലോ, ഈ പച്ചക്കായ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു പുഴുക്കോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അതിനകത്തേക്ക് കറിവേപ്പില, തേങ്ങയൊക്കെ ഒന്ന് ചതച്ചിട്ട്, ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് ഒരു പുഴുക്ക് രൂപത്തിൽ കുറച്ച് ചെറുപയറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ സർവ്വസാധാരണമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ വേറെയും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമുക്കൊരു പുഴുക്ക് എല്ലാ ദിവസവും കഴിക്കാം. അത് നല്ലൊരു ഫുഡാണ്. രാത്രിത്തെ ഒരു ഭക്ഷണത്തിന് പകരം നിങ്ങൾ ഈ ഒരു ഫുഡ് കഴിക്കുക. അതെന്ത് ചെയ്യുക, ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ഓക്കെ ആയിരിക്കണം. നമ്മുടെ ആ സെർക്കാഡിയൻ റിതം എന്തായിരിക്കണം, കറക്റ്റ് പ്രോപ്പർ ആയിരിക്കണം. അതിന് കൃത്യമായിട്ട് ഒരു സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങും. ഒരു ദിവസം 8 മണിക്ക് കിടന്നുറങ്ങി അടുത്ത ദിവസം 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങുക. ആ ശീലം അങ്ങോട്ട് ഒഴിവാക്കുക. ഒരു ദിവസം നിങ്ങൾ 10 മണിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ എല്ലാ ദിവസവും നിങ്ങൾ 10 മണിക്ക് തന്നെ കിടന്നുറങ്ങുക. എന്നിട്ട് ഒരു 7 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എക്സസൈസ് ചെയ്യുക. അത് നിർബന്ധമാണ്. എഴുന്നേറ്റ പാടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അത് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ അവർ ഹെൽത്താണ്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ പാഷൻ ഫ്രൂട്ട്. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് കാലമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരിക, മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് ഓക്കെ ആവുന്നു, വീണ്ടും പ്രശ്നം വരുന്നു, ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആളുകളൊക്കെയാണ്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വെച്ച് വീണ്ടും കാണാം. നന്ദി.